രാവിലെ തന്നെ ഒരു 7 മണിയായപ്പോൾ ഹൈസനെ റെഡിയാക്കി ഞാൻ അങ്ങോട്ടാണെന്നല്ലേ നന്മൻ്റെ കൂവാണ് കേട്ടോ. ഹൈസൻ അങ്ങനെ ഒരുക്കിയെന്നല്ലാണ്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം ഒരുക്കിങ്ങാണ്ട് മാമൻ്റെ അടാക്കിയിട്ട് മെല്ലെ എസ്കേപ്പായി. നല്ല തണുപ്പുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ പൊക്കുന്നുമലൻ്റെ അവിടെ നല്ലൊരു ക്ലൈമറ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നമ്മളേതായാലും കാണല്ലേ, എല്ലാവരും ഇത്തിരി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. നല്ല ഭംഗി, മുഴുവനും മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. നേരെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അതാ എത്തി അശ്വതി. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി കയറി നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, സീറ്റും ഒക്കെ ബസ് കാലിയായിരുന്നു. കുറച്ച് മുന്നോട്ട് ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എടാ ബസ് ഫുള്ളായിട്ടുണ്ടല്ലോ, ഈ ഭാഗം എത്തുമ്പോൾ അറിയാം നമുക്ക് നന്മണ്ട എത്താനായിന്ന്. അങ്ങനെ കൃഷിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ നേരെ പോയത് നന്മണ്ട ഉള്ള ബീഫ് സ്റ്റാളിലേക്കാണ്. അവിടെ പോയിട്ട് 1 കിലോ ബീഫും പറഞ്ഞ് അങ്ങനെ തന്നെ നിന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവരിങ്ങനെ നോക്കി എന്തിനാണ് ആയിക്കും വീഡിയോ എന്നിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ചിക്കൻ സ്റ്റാൾ ഉണ്ടായിരുന്നു. അവിടെ ഏതായാലും വന്നതല്ലെന്നാ പിന്നെ കുറച്ച് ചിക്കനും മേടിക്കാമെന്ന് വെച്ചു. ചിക്കനും പാർട്സും പിന്നെ ഹൈസക്ക് കാടമുട്ട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കാടമുട്ടയും മേടിച്ചു, നല്ല വൈറ്റ് കോഴിമുട്ടയും മേടിച്ചു. അങ്ങനെ രണ്ട് മൂന്ന് സാധനം കൂടി മേടിച്ച് നേരെ നടന്നു പോകുന്നത്. പിന്നെ ബീഫ് മേടിച്ചിട്ടല്ലേ ഇനി എന്താക്കുക, കപ്പ എന്തായാലും മസ്റ്റാണല്ലോ. അങ്ങനെ കപ്പ വാങ്ങാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടോ. പൂള എന്നാണേ നമ്മൾ പറയൽ. അങ്ങനെ പൂളയും മേടിച്ച് നേരെ പോയി കൂർക്കൽ മേടിക്കാൻ വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂർക്കലൂടി അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ച്, ഇനി അതിനായിട്ട് വേറെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഇത് നന്മണ്ട വന്നാൽ നമ്മൾ പച്ചക്കറി മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ കുറച്ച് കൂർക്കലിന് 80 രൂപയായിട്ടാണ് വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. അത്ര റേറ്റൊന്നും ഉണ്ടാവാറില്ല, ഇപ്പം നല്ല റേറ്റിലാണ് വരുന്നത്. അങ്ങനെ കൂർക്കലും കുറച്ച് തക്കാളിയും ഒക്കെ മേടിച്ചു. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലെത്തിയ അവിടെ തന്നെ അതാ നരിക്കോട്ട് നിൽക്കുന്നു. പിന്നെ വേഗം ഓടിക്കയറി നേരെ ചീക്കിലോട്ടെത്തി ഓട്ടോ കയറി നേരെ വീട്ടിലെത്തി. ശുഭം.